നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നത് വെറുമൊരു മാറ്റമല്ല. ഇത് ഒരു മഹാപരിവർത്തനമാണ്. 10 വർഷങ്ങൾക്കു ശേഷം വീണ്ടും വരുന്ന ഒരു ദിവ്യസമയമാണിത്. ധനുരാശിക്കാരെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉയർച്ച ഇപ്പോൾ തുടങ്ങുകയാണ്. 180 വർഷങ്ങൾക്കു ശേഷം സംഭവിക്കുന്ന ഒരു അപൂർവ ഗ്രഹസ്ഥാനമാണ് ഇപ്പോൾ നിങ്ങളുടെ രാശിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, അടുത്ത 15 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ 3 വലിയ സംഭവങ്ങൾ നടക്കാൻ പോകുന്നു. ഇതിൽ ആദ്യത്തേത് നിങ്ങളുടെ തൊഴിലിനെ മാറ്റിമറിക്കും. രണ്ടാമത്തേത് നിങ്ങളുടെ സാമ്പത്തിക നിലയെ ഉയർത്തും. മൂന്നാമത്തേത് നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം കൊണ്ടുവരും. എന്നാൽ ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സമയത്തെ ശരിയായി മനസ്സിലാക്കണം. ഗ്രഹങ്ങളുടെ ചലനങ്ങളെ അറിയണം. ഈ വീഡിയോ മുഴുവൻ കാണുക. കാരണം നിങ്ങളുടെ ജീവിതത്തിന്റെ തിരിവ് ഇവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത്. ധനുരാശിക്കാരെ, നിങ്ങളുടെ രാശിയിലെ നാഥനായ ഗുരുഭഗവാൻ ഇപ്പോൾ വളരെ ശക്തമായ ഒരു സ്ഥാനത്തു എത്തിയിരിക്കുകയാണ്. ഈ ഗുരുപെയർച്ചി നിങ്ങൾക്ക് 10 വർഷത്തിനു ശേഷം വരുന്ന ഭാഗ്യമാണ്. അടുത്ത 30 ദിവസങ്ങളിൽ ഈ ഗുരുവിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യക്ഷമാകും. ശനിഭഗവാൻ ഇപ്പോൾ നിങ്ങളുടെ 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ധൈര്യവും സാഹസവും കൊടുക്കും. രാഹു ഇപ്പോൾ നിങ്ങളുടെ 7-ാം ഭാവത്തിൽ നിൽക്കുന്നു. കേതു 1-ാം ഭാവത്തിലും. ഈ രാഹു കേതു സ്ഥാനം നിങ്ങളുടെ ബന്ധങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. പക്ഷേ അതെല്ലാം നല്ല മാറ്റങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ഗ്രഹദശ വളരെ അനുകൂലമാണ്. നിങ്ങളുടെ ജന്മനക്ഷത്രമനുസരിച്ച് ഈ സമയം പ്രത്യേകിച്ചും ശക്തമാണ്. ഗ്രഹങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കൊപ്പമുണ്ട്. പ്രപഞ്ചം നിങ്ങളുടെ വശത്താണ്. ഈ നിമിഷത്തെ പാഴാക്കരുത്. അടുത്ത 15 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു. നിങ്ങൾ ജോലിക്കാരാണെങ്കിൽ പുതിയ സ്ഥാനക്കയറ്റം വരും. വളരെക്കാലമായി കാത്തിരുന്ന അംഗീകാരം ഇപ്പോൾ കിട്ടും. മേലധികാരികൾ നിങ്ങളെ ശ്രദ്ധിക്കും. നിങ്ങളുടെ കഴിവുകൾ വിലമതിക്കപ്പെടും. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ സമയം സ്വർണ്ണകാലമാണ്. പുതിയ കരാറുകൾ വരും. വലിയ ക്ലയന്റുകൾ ഒപ്പിടും. വിദേശത്തുനിന്നു അവസരങ്ങൾ വന്നുചേരും. ഇതുവരെ തടഞ്ഞുനിന്ന പ്രോജക്റ്റുകൾ ഇപ്പോൾ മുന്നോട്ടു പോകും. നിങ്ങൾ വിദേശത്തു ജോലി തേടുകയാണെങ്കിൽ അടുത്ത 30 ദിവസങ്ങൾക്കുള്ളിൽ വലിയ വാർത്ത കിട്ടും. വിസ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. സ്വപ്നം കാണുന്ന രാജ്യത്തേക്കുള്ള വഴി തുറക്കും. പുതിയ ബിസിനസ് ആരംഭിക്കാൻ ആലോചിക്കുന്നവർക്ക് ഇതാണ് സമയം. ഈ കാലഘട്ടത്തിൽ തുടങ്ങുന്ന കാര്യങ്ങൾ വലിയ വിജയം കാണും. പക്ഷേ തിടുക്കം കൂട്ടരുത്. ആലോചിച്ചു തീരുമാനിക്കുക. ഗുരുവിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങളുടെ ബുദ്ധിയും ആവശ്യമാണ്. ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ സാമ്പത്തിക രംഗത്ത് വലിയ ഉയർച്ച വരുന്നു. അടുത്ത 30 ദിവസങ്ങളിൽ പണത്തിന്റെ പ്രവാഹം കൂടും. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത വരുമാനം വരും. പഴയ കടങ്ങൾ തിരിച്ചുകിട്ടും. വായ്പകൾ അനായാസം ലഭിക്കും. നിങ്ങൾ നിക്ഷേപം ചെയ്യുന്നതിനെക്കുറിച്ചാലോചിക്കുകയാണെങ്കിൽ ഇതാണ് സമയം. ഓഹരികളിൽ, സ്വത്തിൽ, സ്വർണത്തിൽ നിക്ഷേപിക്കാം. പക്ഷേ വിദഗ്ധരുടെ ഉപദേശം തേടുക. ആദ്യത്തെ 15 ദിവസങ്ങൾ ധനപരമായി വളരെ അനുകൂലമാണ്. ബാങ്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ലോൺ അപേക്ഷകൾ അംഗീകരിക്കപ്പെടും. ഇൻഷുറൻസ് ക്ലെയിമുകൾ കിട്ടും. പെൻഷൻ സംബന്ധമായ തീരുമാനങ്ങൾ അനുകൂലമാകും. പക്ഷേ ഒരു മുന്നറിയിപ്പുണ്ട്. അടുത്ത 30 ദിവസങ്ങളിൽ അനാവശ്യ ചെലവുകൾ ഉണ്ടാകാം. ആഡംബര വസ്തുക്കളിൽ പണം പാഴാക്കരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വലിയ തുകകൾ ചെലവഴിക്കരുത്. സമ്പാദിക്കുന്നതിന്റെ പകുതിയെങ്കിലും സേവ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഭാവിയിൽ നിങ്ങൾക്ക് വലിയ സഹായമാകും. പ്രണയരംഗത്ത് ധനുരാശിക്കാർക്ക് അത്ഭുതകരമായ സമയമാണ് വരുന്നത്. അവിവാഹിതരായവർക്ക് അടുത്ത 15 ദിവസങ്ങൾക്കുള്ളിൽ പ്രണയം തുടങ്ങാം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ആ വ്യക്തി നിങ്ങളുടെ സങ്കല്പങ്ങളെ മറികടക്കും. ദീർഘകാലമായി പ്രണയത്തിലായവർക്ക് ബന്ധം ശക്തമാകും. വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങും. കുടുംബങ്ങൾ സമ്മതിക്കും. എതിർപ്പുകൾ മാറും. വിവാഹം കഴിഞ്ഞവർക്ക് ജീവിത പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ മധുരമാകും. പഴയ തർക്കങ്ങൾ അവസാനിക്കും. പരസ്പര ധാരണ കൂടും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയും. അടുത്ത 30 ദിവസങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു സന്തോഷവാർത്ത വരാം. സന്താന സൗഭാഗ്യം ഉണ്ടാകാം. കുട്ടികൾ പഠനത്തിൽ മികവ് കാട്ടും. കുടുംബാംഗങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും. പക്ഷേ രാഹുവിന്റെ സ്വാധീനം ബന്ധങ്ങളിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് സംസാരത്തിൽ ശ്രദ്ധിക്കുക. വാക്കുകൾ തെരഞ്ഞെടുത്ത് പറയുക. ജീവിത പങ്കാളിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചെറിയ കാര്യങ്ങളെ വലുതാക്കരുത്. സ്നേഹത്തോടെ സംസാരിക്കുക. ആരോഗ്യരംഗത്ത് ധനുരാശിക്കാർ അല്പം ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അടുത്ത 15 ദിവസങ്ങളിൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരാം. തലവേദന, ശരീരവേദന, ക്ഷീണം എന്നിവ അനുഭവപ്പെടാം. പക്ഷേ ഇതൊന്നും ഗുരുതരമല്ല. ശരിയായ ആഹാരം കഴിക്കുക. നേരത്തെ ഉറങ്ങുക. വേണ്ടത്ര വെള്ളം കുടിക്കുക. വ്യായാമം ചെയ്യുക. മാനസിക സമ്മർദ്ദം കുറയ്ക്കുക. യോഗയും ധ്യാനവും വളരെ ഗുണകരമാകും. പ്രത്യേകിച്ച് പ്രായമായവർ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം. പതിവ് പരിശോധനകൾ ചെയ്യുക. മരുന്നുകൾ സമയത്ത് കഴിക്കുക. ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക. വിദ്യാർത്ഥികൾക്ക് ഈ കാലഘട്ടം വളരെ അനുകൂലമാണ്. പഠനത്തിൽ ശ്രദ്ധ കൂടും. മനസ്സിലാക്കാനുള്ള കഴിവ് കൂടും.
പരീക്ഷകളിൽ നല്ല മാർക്ക് വരും. മത്സരപരീക്ഷകൾ എഴുതുന്നവർക്ക് വിജയം ഉറപ്പാണ്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ പുതിയ താൽപര്യം ഉണ്ടാകും. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പ്രശംസ കിട്ടും. പുതിയ കോഴ്സുകൾ തുടങ്ങാൻ ആലോചിക്കുന്നവർക്ക് ഇതാണ് സമയം. വിദേശത്തു പഠിക്കാനുള്ള അവസരവും വരാം. ഇനി നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഇത് 100% നടക്കും. ആദ്യഘട്ടം, അടുത്ത 7 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അവസരം വരും. ഇത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിലാണെന്നു തോന്നിയെന്നു വരില്ല. പക്ഷേ ഇത് നിങ്ങളുടെ ജീവിതത്തെ തിരിച്ചുവിടും. ഒരു ഫോൺ കോൾ വരാം, ഒരു സന്ദേശം കിട്ടാം, ഒരു വ്യക്തി നിങ്ങളെ സന്ദർശിക്കാം. അവരുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുക. പെട്ടെന്ന് തീരുമാനമെടുക്കരുത്. 2 ദിവസം ചിന്തിച്ചു നോക്കുക. ഗുരുവിനോട് പ്രാർത്ഥിക്കുക. ശരിയായ തീരുമാനം എടുക്കാൻ മനസ്സിനു ശക്തി വരും. 2ാം ഘട്ടം, അടുത്ത 15 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ സാമ്പത്തിക നിലയിൽ വലിയ മാറ്റം സംഭവിക്കും. ഒരു വലിയ തുക നിങ്ങളുടെ കയ്യിൽ വന്നുചേരും. അതെങ്ങനെ വരുമെന്ന് ഇപ്പോൾ ഊഹിക്കാൻ പറ്റില്ല. ലോട്ടറിയോ പഴയകടമോ പൈതൃക സ്വത്തോ ബോണസോ പ്രതിഫലമോ സമ്മാനമോ എന്തായിരിക്കാം. പക്ഷേ വരും. നിശ്ചയമായും വരും. ഈ പണം ബുദ്ധിപൂർവം ഉപയോഗിക്കണം. അനാവശ്യമായി ചെലവഴിക്കരുത്. ഭാവിക്കായി സംഭരിക്കുക. നല്ല കാര്യങ്ങൾക്കായി നിക്ഷേപിക്കുക. 3ാം ഘട്ടം, അടുത്ത 30 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രധാന സംഭവം നടക്കും. ഇത് ഒരു വിവാഹമോ ജനനമോ ചടങ്ങോ ആഘോഷമോ യാത്രയോ പുതിയ വീടോ ദർശനമോ ആയിരിക്കാം. കുടുംബത്തിലെ എല്ലാവരും ഒന്നിച്ചുകൂടും. സന്തോഷം നിറയും. ദീർഘകാലമായുള്ള പ്രശ്നങ്ങൾ അവസാനിക്കും. വഴക്കുകൾ തീരും. എല്ലാവരും സമാധാനത്തോടെ ജീവിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സ്വർണ്ണകാലമായി മാറും. പക്ഷേ ധനുരാശിക്കാരെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട്. കേതു 1ാം ഭാവത്തിലായതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ചില സംശയങ്ങൾ ഉണ്ടാകാം. ആത്മവിശ്വാസം കുറയാം. തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടാം. സ്വയം സംശയിക്കാൻ തുടങ്ങാം. ഇതെല്ലാം താൽക്കാലികമാണ്. ഇതൊക്കെ കടന്നുപോകും. നിങ്ങളുടെ ആന്തരിക ശക്തിയെ വിശ്വസിക്കുക. നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് ഓർക്കുക. ഈ ലോകം നിങ്ങളുടേതാണെന്ന് മനസ്സിലാക്കുക. ശത്രുക്കൾ നിങ്ങളെ തടയാൻ ശ്രമിക്കാം. വിമർശനം വർദ്ധിക്കാം. പുറകിൽ നിന്നു സംസാരിക്കുന്നവരുണ്ടാകാം. പക്ഷേ നിങ്ങൾ അവരെ ശ്രദ്ധിക്കരുത്. നിങ്ങളുടെ വഴിയിൽ മുന്നോട്ടു പോകുക. പ്രകാശം നിങ്ങളുടെ കയ്യിലുണ്ട്. ഇരുട്ട് നിങ്ങളെ തടയാനാകില്ല. രഹസ്യശത്രുക്കൾ പരാജയപ്പെടും. നിങ്ങളുടെ വിജയമാണ് അന്തിമുത്തരം. ആത്മീയമായി നിങ്ങൾ ശക്തരാകും. ദൈവത്തോടുള്ള ബന്ധം കൂടും. പ്രാർത്ഥനയിൽ താൽപര്യം വർദ്ധിക്കും. ക്ഷേത്രദർശനം നടത്താൻ മനസ്സുണ്ടാകും. മന്ത്രജപം ചെയ്യാൻ തുടങ്ങും. ധ്യാനത്തിൽ ആഴം കൂടും. ആത്മീയ ഗുരുക്കളെ കാണാൻ അവസരം വരും. ഇനി പ്രത്യേകമായി ചില പരിഹാരങ്ങൾ നിങ്ങളോട് പറയാം. ഇവ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. ശുഭകരമായ എല്ലാം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. 1ാമതായി, വ്യാഴാഴ്ചകളിൽ കൃഷ്ണക്ഷേത്രത്തിൽ ദർശനം നടത്തുക. തുളസിമാലയോ നെയ്വിളക്കോ പഴവർഗ്ഗങ്ങളോ കൊടുക്കുക. ശ്രീകൃഷ്ണ ഭഗവാനോട് പ്രാർത്ഥിക്കുക. അവിടുന്ന് നിങ്ങളുടെ രക്ഷകനാണ്. 2ാമതായി, എല്ലാ ദിവസവും രാവിലെ സൂര്യനമസ്കാരം ചെയ്യുക. സൂര്യനെ കണ്ടു പ്രാർത്ഥിക്കുക. സൂര്യന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കും. 3ാമതായി, എല്ലാ ശനിയാഴ്ചയും ദരിദ്രർക്ക് ആഹാരദാനം ചെയ്യുക. അന്നം, പഴം, വെള്ളം എന്തുമാകാം. ദാനധർമ്മം നിങ്ങളുടെ കർമ്മങ്ങളെ ശുദ്ധീകരിക്കും. 4ാമതായി, എല്ലാ ദിവസവും മഹാമൃത്യുഞ്ജയമന്ത്രം ചൊല്ലുക. കുറഞ്ഞത് 11 പ്രാവശ്യമെങ്കിലും. ഈ മന്ത്രത്തിന് അദ്ഭുതശക്തിയുണ്ട്. നിങ്ങളുടെ ആരോഗ്യവും സമ്പത്തും സംരക്ഷിക്കും. 5ാമതായി, വീട്ടിൽ തുളസിച്ചെടി വളർത്തുക. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വിളക്കുകത്തിക്കുക. തുളസിയുടെ സാന്നിധ്യം വീട്ടിൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരും. 6ാമതായി, സാധ്യമെങ്കിൽ തിരുപ്പതി, ഗുരുവായൂർ, അയ്യപ്പസ്വാമി തുടങ്ങിയ പ്രധാന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. നേർച്ച നേരുക. പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. ധനുരാശിക്കാരെ, നിങ്ങളുടെ ജീവിതം ഇനി മാറാൻ പോകുന്നു. ഇതൊരു സാധാരണ മാറ്റമല്ല. ഇത് ഒരു മഹാപരിവർത്തനമാണ്. 10 വർഷങ്ങൾക്കു ശേഷം വരുന്ന ഈ അവസരം നിങ്ങൾ പാഴാക്കരുത്. ഗ്രഹങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. പ്രപഞ്ചം നിങ്ങളെ സഹായിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇനി വേണ്ടത് നിങ്ങളുടെ വിശ്വാസവും കർമ്മവും മാത്രം. ഭയപ്പെടരുത്. സംശയിക്കരുത്. മടിക്കരുത്. മുന്നോട്ടു പോകുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുക. നിങ്ങളുടെ ജീവിതം സന്തോഷത്താൽ നിറക്കുക. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഗുരുവിന്റെ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ടാകട്ടെ. ഈശ്വരന്റെ കൃപ നിങ്ങളെ കാത്തുകൊള്ളട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സമൃദ്ധിയും നിറയട്ടെ. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാ നന്മകളും വന്നുചേരട്ടെ. അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ രഹസ്യങ്ങൾ വെളിപ്പെടുത്തും. അടുത്ത മാസത്തെക്കുറിച്ചുള്ള പ്രത്യേക പ്രവചനങ്ങൾ പങ്കുവയ്ക്കും. ഓരോ രാശിക്കും വരാൻ പോകുന്ന മാറ്റങ്ങൾ വിശദമായി പറയും. അതുവരെ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സ്നേഹിതരുമായി പങ്കുവയ്ക്കുക.
എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാവരും സന്തോഷവാന്മാരാകട്ടെ. ഓം നമോ ശിവായ. ഓം നമോ നാരായണായ. ഹരി ഓം.